ഹലോ ഗൈസ്, വെൽക്കം ടു പ്രൈം എക്സൽ. അപ്പം ലെയർ എഡ്ജിൻ്റെ അപ്ഡേറ്റ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ക്ലെയിം പേജൊക്കെ ഓപ്പണായി ടോക്കൺ അലോക്കേഷനൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പം എങ്ങനെയാണ് ടോക്കൺ ക്ലെയിം ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇത് നിങ്ങൾ ഒരിക്കലും അശ്രദ്ധയോടെ ചെയ്യില്ല. കാരണം എങ്ങാനും അഡ്രസ്സ് ചെറിയ മാറ്റം വന്നാൽ, അല്ലെങ്കിൽ UID കൊടുക്കുമ്പോൾ മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടെങ്കിലും ലോസ്റ്റ് ആയി പോകും. ഉള്ള ടോക്കൺ അലോക്കേഷൻ എവിടെയെങ്കിലുമൊക്കെ ലോസ്റ്റ് ആയി പോകും. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ കാണിക്കുന്ന സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലോട്ട് എങ്ങനെ ചെയ്യാമെന്നാണ്. അത് നമ്മൾ ഈ സൈറ്റിലേക്ക് പോവുക, airdrop.layerdge.foundation സൈറ്റ്. ഈ സൈറ്റ് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതിൽ കൂടെ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് കയറാൻ പറ്റും. ഒന്നില്ലെങ്കിൽ മൈസിസ് ബ്രൗസർ, ഫോണിലാണെങ്കിൽ മൈസിസ് ബ്രൗസർ ഓപ്പൺ ആക്കുക, അല്ലെങ്കിൽ PC യിലാണെങ്കിൽ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കുക. ഇവിടെ എൻ്റർ കൊടുക്കുക. അപ്പം നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. ഇപ്പോൾ ഡിസ്കണക്ട് ചെയ്ത് കാണിച്ചു തരാം. കണക്ട് വാലറ്റ് കാണും. കണക്ട് വാലറ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഏത് വാലറ്റ്, മെറ്റാമാസ്ക് ആണോ KX ആണോ ഏതാണെന്ന് വെച്ചാൽ കണക്ട് ചെയ്യുക. കണക്ട് കൊടുക്കുക. ഇവിടെ കണക്റ്റ് ആവും. നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടോക്കൺ അലോക്കേഷൻ കാണാൻ പറ്റും. ഇതിൻ്റെ സെക്കൻഡ് അക്കൗണ്ടാണ്. വലുതായിട്ട് ഫാം ചെയ്യാതെ ജസ്റ്റ് പ്രൂഫ് ഓഫ് ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് സാധാ നോഡ് മാത്രം റൺ ചെയ്തവർക്ക് ഇത്രയും 50 ഈ ഒരു റേഞ്ചിലൊക്കെ അലോക്കേഷൻ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടാണ്. ഇതിൽ വേറെ ഒന്നുമില്ല, റെഫറലും കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് നോഡ് റൺ ചെയ്ത് 1 മില്യൺ സംതിങ് അടുത്തേ ഉള്ളായിരുന്നു. ഇനി 36 ടോക്കൺ കിട്ടിയേക്കുന്നത്. ഇപ്പം ഫൈനൽ അലോക്കേഷൻ 36 കാണാം. നെക്സ്റ്റ് കൊടുക്കുക. ആൻഡ് ഇവിടെ ക്ലെയിം ഓൺ CEX, ക്ലെയിം ഓൺ ചെയിൻ. ക്ലെയിം ഓൺ CEX ചെയ്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് ഫീ നമുക്ക് ലാഭിക്കാം. ഗ്യാസ് ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് എക്സ്ചേഞ്ചിലോട്ട് ക്ലെയിം ആവും. പക്ഷേ അതേസമയം ക്ലെയിം ഓൺ ചെയിൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഫീ വേണ്ടി വരും. ഇതീരിയം ചെയിനാണ് ഇപ്പോൾ അവർ കാണിക്കുന്നത്. അപ്പം മിക്കവാറും ഇതീരിയം ചെയിനിൽ ലോഞ്ച് ആക്കുന്നതെങ്കിൽ നമുക്ക് ഗ്യാസ് ഫീ കൊടുക്കേണ്ടി വരും. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഗ്യാസ് ഫീ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ക്ലെയിം ഓൺ CEX കൊടുക്കുക. കുക്കോയിൻ ഉണ്ട്, ഗേറ്റ് ഐ ഉണ്ട്, ഹാഷ് കീ ഗ്ലോബൽ HTX ഒക്കെ ഇവിടെ ഇല്ലാത്തതാണ്. gate.io നേരത്തെ ഉള്ള എക്സ്ചേഞ്ച് ആയിരുന്നു, ഇപ്പോൾ ബാൻഡ് ആണ്. നേരത്തെ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ gate.io കൊടുക്കുക, അതിൽ കൂടെ വിഡ്രോ ആക്കുക. ഞാനിപ്പോൾ കാണിക്കുന്നത് കുക്കോയിനാണ്. കുക്കോയിൻ ഇന്ത്യ അവൈലബിൾ ആണ്. KYC വെരിഫൈ ചെയ്ത അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കുക്കോയിൻ കൊടുക്കുക. കുക്കോയിൻ കൊടുത്തതിന് ശേഷം കുക്കോയിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് അതെങ്ങനെ എടുക്കാമെന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ കുക്കോയിന് നമ്മൾ അഡ്രസ്സും UID എടുക്കാൻ വേണ്ടിയിട്ട് കുക്കോയിൻ എടുക്കുക. ഡെപ്പോസിറ്റ് ഓർ ബൈ ക്രിപ്റ്റോ ക്ലിക്ക് ചെയ്യുക. ഡെപ്പോസിറ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ EDGEN എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ലെയർ എഡ്ജ് എന്ന് പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് വരും. ETHൻ്റെ ചെയിനാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞുള്ള നോട്ടിഫിക്കേഷൻ വരും. ഗോട്ടിട്ട് കൊടുക്കുക. ചെയിൻ ERC20 സെലക്ട് ചെയ്യുക. ഈ അഡ്രസ്സ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം ഈ അഡ്രസ്സ് നമ്മൾ ഈ കാണുന്ന പോലെ സൈറ്റിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹോം പേജിലേക്ക് വരിക. സൈഡിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് UID കാണാൻ പറ്റും. ആ കോപ്പി ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കോപ്പീഡ് കാണാൻ പറ്റും. കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് അതുപോലെ തന്നെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്ലെയിം നോ കൊടുക്കുക. ക്ലെയിം നോ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ കാണാം. കൺഫേം കൊടുക്കുക. എന്നിട്ട് ഈ കണ്ടീഷൻസ് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് അക്സെപ്റ്റ് കൊടുക്കുക. അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഏത് വാലറ്റാണോ കണക്ട് ചെയ്ത് അതിൽ നമുക്ക് കൺഫർമേഷൻ വരും. അത് ജസ്റ്റ് കൺഫേം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് കാണാം ക്ലെയിം സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എത്രയാണോ അലോക്കേഷൻ ഉള്ളത് നിങ്ങളുടെ കൊടുത്തേക്കുന്ന എക്സ്ചേഞ്ചിലോട്ട് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. ലിസ്റ്റിംഗ് ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ആയ എമൗണ്ട് എക്സ്ചേഞ്ചിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് അവിടുന്ന് ഈസി ആയിട്ട് സെൽ ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ പറ്റുന്നത്രയും നേരത്തെ ചെയ്യുക. അതുപോലെ തന്നെ ഈ അഡ്രസ്സ് തെറ്റിക്കാതെ UID തെറ്റിക്കാതെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പറ്റുന്നത്ര നേരത്തെ ക്ലെയിം ചെയ്യുക. കാരണം ഇപ്പം സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ക്ലോസ് ആവാൻ തുടങ്ങുന്നെന്ന് നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം തന്നെ CEXലോട്ട് ക്ലെയിം ചെയ്യുന്നതിന് അതിലോട്ട് ക്ലെയിം ചെയ്യുക. DEXലോട്ട് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറയുന്നില്ല. കാരണം നിങ്ങൾ ഗ്യാസ് ഫീ കൊടുക്കേണ്ടതായിട്ട് വരും. ഗ്യാസ് ഫീ അത്യാവശ്യം നല്ല എമൗണ്ട് കൊടുക്കേണ്ടി വരും. അതിനുള്ള എയർ ഡ്രോപ്പ് വർത്തായിരിക്കും തോന്നുന്നില്ല സാധാരണ ആൾക്കാർക്ക്. സോ മാക്സിമം എത്രയും വേഗം ഇത് കൊടുത്ത് ചെയ്ത് തീർക്കാൻ നോക്കുക. കുക്കോയിൻ അക്കൗണ്ട് ഇല്ലെങ്കിൽ KYC കൊടുത്ത് കുക്കോയിൻ ഒരു വെരിഫൈഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഫർദർ അപ്ഡേറ്റ്സിനായി ടെലിഗ്രാം ചാനൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. ലിസ്റ്റിംഗ് ടൈമിലൊക്കെ നമ്മൾ സെല്ല് ചെയ്യണോ വേണ്ട എങ്ങനെയാണുള്ള ഇൻഫർമേഷനൊക്കെ അപ്പോൾ ടെലിഗ്രാം ചാനലിൽ കൂടെ അറിയിക്കുന്നതായിരിക്കും. സോ എല്ലാവരും മറക്കാതെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ കമൻസുകളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക.